ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് അറ്റ്ലസ് ബോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് കർവ്ഡ് പാക്ക് നമ്മൾ വീണ്ടും PNG ഫയലായിട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് വെറും ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 16ഓളം പ്ലസ് ഫയൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നാട്ടി മുന്നേ ഞാൻ പറയാം, ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാവും ഏകദേശം ഒരു 4 മാസം മുന്നേ ഇതേമാതിരി കർവ്ഡ് പാക്ക് കൊടുക്കുന്ന ഒരു വീഡിയോ. അതിനിപ്പോൾ ഏകദേശം 40 വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലെനിക്ക് കമൻറ്റ് ബോക്സ് ഓൺ ആക്കാൻ പറ്റിയിട്ടുണ്ട്, കാരണം അതിൽ പാസ്വേഡ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് വീണ്ടും എനിക്ക് മെസ്സേജ് അയച്ചിട്ടാണ് പുതിയ ഗ്രേഡിയൻറ്റ് കൊണ്ടുവന്നിട്ട് അങ്ങനത്തെ വീഡിയോസ് ഇടാൻ പറ്റുമോ ചോദിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റാ പ്രോ യൂസ് ചെയ്യാത്ത ആൾക്കാരും ഇൻസ്റ്റാ ഫ്ലോ യൂസ് ചെയ്യാത്ത ആൾക്കാരും കൂടിയിട്ട് നമ്മുടെ നോർമൽ ഇൻസ്റ്റാഗ്രാമിൽ കർവ്ഡ് പാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഇൻസ്റ്റാ പ്രോ യൂസ് ചെയ്യുന്നവർക്കും കർവ്ഡ് പാക്ക് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അതെങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ജസ്റ്റ് നിങ്ങൾ പ്രിവ്യൂ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് നമുക്ക് അതിൻ്റെ യൂസിങ് എങ്ങനെയാണ് ഫസ്റ്റ് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആദ്യം അതിലേക്കൊരു ഏതൊരു സ്റ്റോറി നമുക്കൊന്ന് ആഡ് ആക്കിയിട്ട് അതിലേക്ക് ഈ കർവ്ഡ് പാക്ക് യൂസ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഒരു റീൽസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എങ്ങനെ കർവ്ഡ് പാക്ക് ആഡ് ചെയ്യാമെന്ന്. അപ്പോൾ എല്ലാവർക്കും അറിയാതെ എങ്ങനെ ആഡ് ചെയ്യാമെന്ന്. ബട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജസ്റ്റ് നമ്മൾ നോർമലായിട്ട് അതിന് സ്റ്റോറി ഇടുക. ഒരു ഓപ്ഷനിൽ ജസ്റ്റ് സ്റ്റോറി ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ സ്റ്റോറി ഇവിടെ വന്ന് കിടക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് സൂം ചെയ്യുക ആദ്യം തന്നെ. അപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റോറി ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് എങ്ങനെ നമ്മുടെ കർവ്ഡ് PNG ഫയൽസ് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. നമ്മുടെ ജിഫ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആഡ് ടു ഫോട്ടോ പറഞ്ഞൊരു ഓപ്ഷൻ നമ്മുടെ ആ ജിഫ് ഓപ്ഷനിലേക്ക് എടുക്കുന്നുണ്ടാവും. അതിന് ശേഷം നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫയൽസ് നമ്മുടെ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി നിങ്ങളുടെ ഗാലറിയിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഫയലൊക്കെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഏത് കളർ ടോണാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോറിയിലേക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഞാനെന്തായാലും ഫസ്റ്റത്തെ ഏതെങ്കിലും ഒരു കർവ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിലൊരു മഞ്ഞ കളറായിട്ടുള്ള ഒരു ജസ്റ്റ് യെല്ലോയിഷ് ഒരു കർവ് എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ആഡ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ സ്റ്റോറി കുറച്ച് വലിപ്പം കൂട്ടേണ്ടി വരും, അല്ലാതെ നിങ്ങൾക്കത് കിട്ടില്ല. അപ്പോൾ ജസ്റ്റ് വലിപ്പം കൂട്ടുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ കർവ് സെറ്റായിട്ട് തന്നെ വന്ന് കിടക്കുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യാണ്ട് എങ്ങനെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയ്ക്ക് ഒരു പാസ്വേഡും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ വീഡിയോയുടെ എല്ലാവരും ഒരു പാസ്വേഡ് വരും. അപ്പോൾ നിങ്ങൾ ആ പാസ്വേഡ് ടൈപ്പ് ചെയ്താൽ മാത്രം നമുക്ക് ലിങ്ക് അങ്ങനെ തുറക്കാമെന്നും പറയാം. അപ്പോൾ പിന്നെ ഒരെണ്ണം കൊടുത്തേക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആയിട്ടുള്ളൊരു കർവും കൂടിയാണ്. അപ്പോൾ ചിലവർക്ക് അങ്ങനത്തെ കർവ് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനത്തെ ഒരു കർവ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മുടെ കർവുകൾ ഉപയോഗിക്കുക. അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ വീഡിയോയുടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ കർവുകളൊക്കെ സിമ്പിളായിട്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഗ്രേഡിയൻറ്റ് ടോണുള്ള കർവുകളാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറെ 2-3 കർവുകളും ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. പിന്നെ ഒരു ബ്ലൂ ആണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ആർക്കാരും ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് അവിടെ കൊണ്ടുവന്ന് വെക്കുക മാത്രം മതി. അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റോറി ഇട്ടുക. അപ്പോൾ നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇൻസ്റ്റയിൽ നോർമലായിട്ട് നമ്മൾ അങ്ങനെ സ്റ്റോറി ഇടുക. അപ്പോൾ അതേമാതിരി നിങ്ങൾക്ക് സ്റ്റോറിയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടാച്ചാലും ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ആക്കി നോക്കുക. അപ്പോൾ ചിലവർക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇനി നമുക്കതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് എടുക്കുന്നുണ്ടാവും. ആ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ നോട്ട് പാഡിൽ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ലിങ്ക് ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇങ്ങനെയാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് നിങ്ങൾക്ക് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാനവിടെ മേലെ അതിൻ്റെ നോട്ടീസ് ആക്കിയിട്ട് വെക്കുക ഏതിൻ്റെ ലിങ്കാണ് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടായിരുന്നു നിങ്ങൾക്ക് നമ്മുടെ ക്രോം ബ്രൗസർക്ക് ഓട്ടോമാറ്റിക്കലി ലോഡ് ആവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ എനിക്ക് പാസ്വേഡ് ചോദിച്ചിട്ടുണ്ട്. ഈ പാസ്വേഡാണ് നിങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു പാസ്വേഡ്. അപ്പോൾ ഞാനിവിടെ എന്തായാലും പാസ്വേഡ് അടിച്ചിട്ട് ബാക്കി നിങ്ങൾക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ കറക്റ്റ് പാസ്വേഡ് ആണെങ്കിൽ ഓക്കെ കൊടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഫയലിലെത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരു വെബ്സൈറ്റിലേക്ക് എത്തുന്നതാണ്. അതിനുശേഷം ഗെറ്റ് ടു ലിങ്ക് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ജസ്റ്റ് ടൈം ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വേറെ എവിടെയും ക്ലിക്ക് ചെയ്യരുത്, ഇവിടെ മാത്രം ക്ലിക്ക് ചെയ്യുക. സബ് ആൻഡ് ഹിറ്റ് ബെല്ല് പറഞ്ഞൊരു ഓപ്ഷൻ, അത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളതല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യാത്ത ആരെങ്കിലാണെങ്കിൽ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമത്തെ ഒരു പേജ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാത്ത ആരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒന്ന് ഫോളോ ആക്കി കൊടുക്കുക. ജസ്റ്റ് ബാക്ക് വരിക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഞാനിവിടെ മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ട്, ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ രണ്ടാമത്തും എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്, ഞാൻ യൂട്യൂബിലേക്ക് ഫോളോസ് ചെയ്തിട്ടാനല്ല. അപ്പോൾ ഇത് ഫോളോ ചെയ്യാത്ത ആരുണ്ടെങ്കിൽ ജസ്റ്റ് ഇതും കൂടി ഒന്ന് ഫോളോ ആക്കുക. അതിനുശേഷം ഫോളോ ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്കിവിടെ ഫയൽ ലിങ്ക് പറഞ്ഞിട്ട് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ടൈം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ
ഗെറ്റ് യുവർ ലിങ്ക് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. വേറെ എവിടെയും ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ ഒരു ഗെറ്റ് യുവർ ലിങ്കിൽ മാത്രം ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ സിമ്പിളായിട്ട് തന്നെ കുറച്ച് ടൈം വെയിറ്റ് ചെയ്താൽ നിങ്ങളുടെ ഫയൽ, അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഏതൊക്കെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഡ്രൈവ് ഏതാണുള്ളത് നിങ്ങളുടെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ഈ ഒരു നമ്മൾ ഈ PNG ഫയൽസ് ആഡ് ആക്കുക. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും എൻ്റെ വേറെ ഒരു അക്കൗണ്ടിലേക്ക് ഞാനിവിടെ ഓക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ അക്കൗണ്ട് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ വന്ന് കിടക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ്ടാവും ഇതേമാതിരി 15ഓളം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ കർവ്ഡ് എഡ്ജസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇതൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഇത് ഇവിടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് സേവ് കണ്ടൊരു അത് ഡൗൺലോഡ് കണ്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ ക്ലിക്ക് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഡൗൺലോഡ് ആക്കിയാൽ നിങ്ങളുടെ ഗാലറിക്ക് വന്ന് കിടക്കുന്നതാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതേമാതിരി കൂടുതൽ വീഡിയോസ് ഇട്ടാനും ഇതേമാതിരി നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതേമാതിരി കൂടുതൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റാണ് നമ്മുടെ ചാനൽ ഇടുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഏകദേശം വീഡിയോ ഇത്ര ഉള്ളൂ, ഇനി ഓവറായിട്ട് ലെങ്ത്ത് കൂട്ടണം വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം ഫുള്ളായി കണ്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ എന്തായാലും പാസ്വേഡ് കിട്ടും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഞാൻ നേരത്തെ ലിങ്ക് കൊടുത്തിട്ട് അതേമാതിരി നോക്കി ചെയ്യുക, നിങ്ങൾ അത് തെറ്റാതെ ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മുടെ ടെലഗ്രാം ഉണ്ട്, ടെലഗ്രാം ജോയിൻ ചെയ്യാത്ത ആരും ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിനും കൂടി ജോയിൻ ആവുക. പിന്നെ ലിങ്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കണം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.